ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും എൻ്റെ വീഡിയോക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന റംസാൻ മാസമായിട്ട് ഞാൻ റംസാനിൽ നിന്ന് ഉണ്ടാക്കുന്നത് നല്ല പൂരിയും ബാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും ഇറച്ചിയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിച്ചാൽ ഞാൻ മടുക്കും മനുഷ്യന്. അപ്പോൾ ഈ നല്ല പൊങ്ങി വന്ന ഈ മാവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കപ്പ് ഗോതമ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം പാകത്തിന് ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഈ മാവിനകത്ത് വെച്ച് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റാക്കി കുഴയരുത് കേട്ടോ. കുറച്ച് സ്ക്രാച്ചസ് വീണ പോലെ ആയിരിക്കണം നമ്മൾ കുഴച്ച് വെക്കേണ്ടത്. നല്ലോണം സോഫ്റ്റായി കുഴച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങതാവില്ല. അപ്പോൾ ഇത് കണ്ടോ, ഈ പൂരി നോക്കി നോക്കൂ, എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. കണ്ടോ, നിങ്ങളിത് നോക്കി, പൂരിക്കകത്ത് എണ്ണയില്ലാത്ത പൂരിയാണ് ശരിക്കത്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയില്ലാത്ത പൂരി ഉണ്ടാക്കാൻ പറ്റും. ഇതേ അളവിലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമോ? അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടോ വെച്ചാൽ ഒന്നും കൂടി ഞാൻ പൊരിച്ച് കഴിക്കാനായപ്പോഴും കൂടി ആ പൂരിയുടേത് കണ്ടോ നല്ല ഇതായി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് പൂരി ഉണ്ടാക്കി നോക്കണം. ഈ പൂരിക്ക് ഞാൻ ഉണ്ടാക്കിയത് ഒരു ബാജിയാണ്, ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ. നമ്മളെല്ലാവരും പൊട്ടറ്റോ ബാജി ഉണ്ടാക്കും. വെറുതെ കുക്കറിനകത്ത് കുറേ പൊട്ടറ്റോ ഇട്ട് പച്ചമുളക് ഇട്ട് അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരാശ. അവൾ ബോംബെക്കാരിയായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് ഈ ബാജി എങ്ങനെ ഉണ്ടാക്കേണ്ടത് പറഞ്ഞു തന്നത്. കുക്കറെടുത്ത് വെക്കുക, കുക്കറിനകത്തേക്ക് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് എടുത്തിടുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ പൊട്ടറ്റോ വേവിക്കണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണേ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെക്കുക. ഞാൻ മറന്നുപോയ വീഡിയോ ഓണാക്കാൻ, കടുക് പൊട്ടിക്കുന്നത് വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയിരുന്നു കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിടുക. അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പില്ലേ, വെള്ള, അത് നമ്മൾ അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ആ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. നമ്മളെപ്പോഴും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്ത് കിച്ചണിൽ നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കണം. വെച്ചാൽ നമ്മളൊരു മൈല ഇട്ട് നമ്മൾ വേറെ ജോലിക്ക് പോകരുത്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റുകളൊക്കെ പോകും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സവോള നൈസാക്കിയിട്ട് അരിഞ്ഞ സവോള ഇതിനകത്തേക്ക് ഇട്ടിട്ട് വഴറ്റണം. തക്കാളി ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. തക്കാളിയൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഇതിനകത്ത് തക്കാളി ഒന്നും ഇടില്ല. നന്നായിട്ട് അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകും വേണ്ട. ഒരു ചെറിയൊരു ബ്രൗണിഷ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞൾപ്പൊടി എടുത്തിടണം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടാകും, അത് നമ്മൾ ഒരിക്കലും കളയരുത് കേട്ടോ. അതവിടെ വെക്കണം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലൊഴിക്കാൻ വേണം നമുക്ക്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കുമ്പോൾ എല്ലാതും മുടക്കിയത് കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടണം. പൊട്ടറ്റോ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ആ പൊട്ടറ്റോക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ചിരിക്കുന്ന വെള്ളമല്ല ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് 5 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന്, ഇപ്പോൾ കുറച്ച് ലൂസാണല്ലോ അതിനകത്ത് കിടക്കുന്നത്. ഇനി ഇത് ഇരുന്ന് വറ്റിക്കോളും. നമ്മൾ ഒന്നും കൂടി ഇതാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിരുന്ന് വറ്റാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് മല്ലിയില, ചെറുതാക്കി എറിഞ്ഞ മല്ലിയില ഇടുക. ഇങ്ങനൊരു ബാജി നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട അടിപൊളി ടേസ്റ്റാണ്. പൂരി ഉണ്ടാക്കുക ഇതേ അളവിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. നിങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പേജ്. താങ്ക് യു.